നമസ്കാരം. നടി ശ്വേതാ മേനോനെതിരെ കേസ്. അശ്ലീല ചിത്രങ്ങളിൽ അഭിനയിച്ച് പണം സമ്പാദിച്ചു എന്ന പേരിലാണ് കേസ്. IT ആക്ട് സെക്ഷൻ 67A പ്രകാരം ആണ് ഈ കേസ് എടുത്തിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇത് ഉപയോഗിച്ച്, അതായത് അനാശാസ്യ നിരോധന നിയമപ്രകാരവും ഈ കേസ് എടുത്തിട്ടുണ്ട്. ഓക്കെ, ഈ ശ്വേതാ മേനോൻ അഭിനയിച്ച സിനിമകൾ, അതായത് രതി നിർവേദം, പാലേരി മാണിക്യം, കളിമണ്ണ്, ഈ 3 സിനിമകൾ, അതോടൊപ്പം തന്നെ ഒരു ഗർഭനിരോധന ഉറയുടെ പരസ്യത്തിലും ശ്വേത അഭിനയിച്ചു എന്നുള്ളതാണ് ഈ കേസിന് അടിസ്ഥാനം. മാർട്ടിൻ മേനാച്ചേരി എന്ന വ്യക്തിയാണ് ഈ കേസ് നൽകിയിരിക്കുന്നത്. കേരള സമൂഹത്തിന് മുന്നിലല്ലേ മാർട്ടിൻ മേനാച്ചേരി നിങ്ങൾ ഈ കേസ് കൊടുക്കുന്നത്? നിങ്ങൾ ജനങ്ങളെ പൊട്ടന്മാരാക്കുകയാണോ വിഡ്ഢികളാക്കുകയാണോ എന്നൊരു ചോദ്യമാണ് ആദ്യമേ ഉന്നയിക്കേണ്ടത്. കാരണം ഈ സിനിമകളൊക്കെ സെൻസർ ചെയ്ത്, ഈ സിനിമകളൊക്കെ ഇപ്പോഴും ടെലിവിഷനിൽ ഓടുന്ന, പ്രേക്ഷകർ കാണുന്ന സിനിമകളാണ്. ഈ സിനിമകൾക്ക് അതിൻ്റേതായ സെൻസർ സർട്ടിഫിക്കറ്റ് സെൻസർ ബോർഡ് ആ വർഷങ്ങളിൽ തന്നെ നൽകിയിട്ടുമുണ്ട്. പാലേരി മാണിക്യം റിലീസാവുന്നത് 2009-ലാണ്, രതി നിർവേദം റിലീസാവുന്നത് 2011-ലാണ്, കളിമണ്ണ് റിലീസാവുന്നത് 2013-ലാണ്. ഈ സിനിമകൾക്കൊക്കെ അപ്പോൾ തന്നെ സെൻസർ സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുമുണ്ട്. അതിനുശേഷം ഒരു ഗർഭനിരോധന ഉറയുടെ പരസ്യത്തിൽ അഭിനയിച്ചു എന്നതിൻ്റെ പേരിൽ ശ്വേതയ്ക്കെതിരെ കേസ് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഇതിനൊക്കെ ഒറ്റ കാരണമേ ഉള്ളൂ. അത് ചോറ് തിന്നുന്ന, അരി ആഹാരം തിന്നുന്ന മലയാളികൾക്ക് എല്ലാവർക്കും അറിയാം, അത് അമ്മയുടെ തിരഞ്ഞെടുപ്പ് തന്നെയാണ്. കുറേ നാളുകളായി അമ്മയുടെ ഈ തിരഞ്ഞെടുപ്പ് കിടന്ന് പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആ സമയം മുതൽ തന്നെ വാർത്തകൾ കൊടുക്കുകയാണ്. അമ്മയ്ക്ക് ഉള്ളിൽ ആഭ്യന്തര യുദ്ധം നടക്കുകയാണ്. അമ്മയിലെ താരങ്ങളെല്ലാവരും തന്നെ വലിയ വലിയ ശത്രുതയിൽ നിൽക്കുകയാണ്. കണ്ടാൽ മിണ്ടാത്ത രീതിയിൽ അമ്മയുടെ താരങ്ങൾ നിൽക്കുകയാണ്. ഇതൊക്കെ നമ്മൾ വാർത്ത കൊടുത്തപ്പോൾ പോലും പല പ്രേക്ഷകരും നമ്മളെ എതിർത്തു. പക്ഷേ ആ സമയം മുതൽ തന്നെ നമ്മൾ വാർത്തയിൽ ഹോൾഡ് ഓൺ ചെയ്തിരുന്നു. ഇപ്പോൾ ശ്വേതയ്ക്കെതിരെയുള്ള ഈ കേസും കൂടെ വന്നതിന് ശേഷം കാര്യങ്ങൾ വ്യക്തമാണ്. ഇത് ഒരാളെ കൊണ്ട് ഈ കേസ് കൊടുപ്പിച്ചതാണ് എന്നുള്ളതൊക്കെ വലിയ വാദങ്ങൾ സോഷ്യൽ മീഡിയയിൽ തന്നെ നിൽക്കുന്നുണ്ട്. ഇതിനിടയിൽ ഒരു ഫോക്കസ് ഗ്രൂപ്പ് തന്നെ അമ്മയുടെ ഇടയിൽ നടക്കുന്നുണ്ട് ശ്വേതയ്ക്കെതിരെ എന്നതും ഒരു വലിയ കാര്യവുമായിട്ട് തന്നെ നിൽക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതും വാസ്തവം കൂടിയാണ്. അമ്മയുടെ തെരഞ്ഞെടുപ്പിൻ്റെ സാന്നിധ്യത്തിലാണ് ശ്വേതയ്ക്കെതിരെ ഈ ഒരു കേസ് വന്നിരിക്കുന്നത് എന്നുള്ളതും കൂടി ഏറ്റവും അടിസ്ഥാനത്തിൽ നമ്മൾ സംസാരിക്കേണ്ടി വരും എന്നുള്ളത് പറയേണ്ടത്. എന്തായാലും സെൻട്രൽ ACP ആയ സിബി ടോം എന്ന പോലീസ് ഉദ്യോഗസ്ഥൻ പറയുന്നത്, ഈ ശ്വേതാ മേനോന്റെ കേസിൽ ഒരു പ്രതികരണവുമായി അദ്ദേഹം പറയുന്നത് കോടതി നിർദ്ദേശപ്രകാരമാണ് കേസ് എടുത്തിരിക്കുന്നതെന്നാണ് പറയുന്നത്. കോടതി ഉത്തരവിട്ടാൽ പോലീസിന് മറ്റു മാർഗ്ഗമില്ല എന്നുള്ളതും കൂടി ACP പറയുകയും ചെയ്യുന്നുണ്ട്. കോടതി അന്വേഷണത്തിന് ഉത്തരവിട്ടാൽ ഏത് പരാതിയിലും FIR ഇടണം. പ്രാഥമിക അന്വേഷണത്തിന് അവിടെ സാധ്യതയില്ല. ഇനി പോലീസ് പരാതിയിൽ അന്വേഷണം നടത്തുമെന്നുള്ളതും കൂടി ACP പറയുന്നുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിവാദങ്ങൾ വരുന്നുണ്ട്. പ്രത്യേകിച്ച് ശ്വേത ഒരു ആർട്ടിസ്റ്റാണ്, ഒരു നടിയാണ്. തനിക്ക് കിട്ടുന്ന വേഷങ്ങൾ പക്വതയോടെ പ്രേക്ഷകരുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുക എന്നതിൽ 100% വിജയിച്ച ഒരു താരവും കൂടിയാണ് ശ്വേതാ മേനോൻ. അതുകൊണ്ട് തന്നെയാണ് ശ്വേതയുടെ കഥാപാത്രങ്ങൾക്കും ശ്വേതയുടെ സിനിമകൾക്കും പ്രേക്ഷക പിന്തുണയും ഉള്ളത്. ഈ സൂചിപ്പിച്ച ഈ പരാതിയിലുള്ള സിനിമകളെല്ലാം തന്നെ പ്രേക്ഷകർ കണ്ട് വിലയിരുത്തി ശ്വേതയുടെ അഭിനയത്തെ പ്രശംസിക്കുകയും ചെയ്ത സിനിമകളാണ്, റോളുകളാണ് എന്നുള്ളതും വാസ്തവം കൂടിയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ശ്വേതയ്ക്കെതിരെ ഈ ഒരു പരാതിയുമായി രംഗത്തെത്തുമ്പോൾ ACP തന്നെ അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് ഹെൽപ്ലെസ് ആണ് എന്നുള്ളത് വ്യക്തമാണ്. വേറെ വഴിയില്ല. ഇപ്പോൾ കോടതി ഉത്തരവിട്ടാൽ നമുക്ക് കേസെടുത്തേ പറ്റുള്ളൂ. അതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന് മുന്നോട്ട് പോയേ പറ്റുള്ളൂ എന്നതും കൂടി പറയേണ്ടിയുണ്ട്. ഓഗസ്റ്റ് 15-നാണ് അമ്മയിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതായത് ഈ പത്രിക സമർപ്പിക്കുന്നത് മുതൽ വിഷയങ്ങളാണ്. ബാബുരാജിനെതിരെ വിഷയങ്ങൾ, ബാബുരാജ് ഇതിൽ നിന്നും പിന്മാറണമെന്ന് വാദിക്കുന്ന ഒരു വിഭാഗം ആളുകൾ, അതോടൊപ്പം തന്നെ ജഗദീഷ് എന്തുകൊണ്ട് മത്സരിക്കുന്നു, വനിതകൾ മുന്നോട്ട് വരട്ടെ എന്നുള്ള ആവശ്യം മുന്നോട്ട് വെച്ച് ജഗദീഷ് തൻ്റെ പത്രിക പിൻവലിക്കുന്നു. അതിനുശേഷം പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ശ്വേതയും ദേവനും മാത്രമായിട്ട് മത്സരം നിൽക്കുന്നൊരു സാഹചര്യത്തിലാണ് ശ്വേതയ്ക്കെതിരെ ഇപ്പോൾ ഈ ഒരു കേസുമായിട്ട് മാർട്ടിൻ മേനാച്ചേരി എന്ന വ്യക്തിയും കൂടി രംഗത്ത് വരുന്നത്. സ്വാഭാവികമായും അമ്മയ്ക്കുള്ളിൽ ഒരു വലിയ ചേരിതിരിവ് സംഭവിക്കുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ മെമ്മറി കാർഡ് വിവാദം കത്തുകയാണ്. കുക്കു പരമേശ്വരൻ ഇതുവരെ അതുമായി ബന്ധപ്പെട്ടൊരു പ്രതികരണവും നടത്തിയിട്ടില്ല. പൊന്നമ്മ ബാബു, ഉഷ, ഹസീന തുടങ്ങിയ താരങ്ങളെല്ലാവരും തന്നെ കുക്കു പരമേശ്വരനെതിരെ ശക്തമായി തന്നെ രംഗത്തെത്തുന്ന ഒരു സാഹചര്യവുമുണ്ട്. പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ഈ പത്രിക കൊടുത്ത ആരും തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വരരുത് എന്ന് അമ്മയുടെ ഉള്ളിൽ തന്നെ ഒരു തീരുമാനമുണ്ടായ സ്ഥിതിക്ക് പ്രത്യേകിച്ച് ഈ താരങ്ങൾ ആരും തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നിട്ടില്ല. അതിന് ഏറ്റവും പ്രതികൂലമായി നിന്നത്, അല്ലെങ്കിൽ അത് എതിർത്തുകൊണ്ട് വന്നത് ദേവനാണ്. ദേവൻ പത്രസമ്മേളനം വിളിക്കുകയും മാധ്യമങ്ങളെ കാണുകയും ഒക്കെ ചെയ്തിരുന്നു. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വേണ്ടി താൻ തുടരുമെന്നും ദേവൻ പ്രഖ്യാപിക്കുകയും ചെയ്യുകയും ചെയ്തിരുന്നു. എന്തായാലും നിലവിൽ തെരഞ്ഞെടുപ്പ് ഓഗസ്റ്റ് 15-ന് നടക്കാനിരിക്കെ ആകെ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ഒരേ ഒരു വ്യക്തി അൻസിബ ഹസനാണ്. ബാക്കിയുള്ള 11 പേരും പത്രിക പിൻവലിച്ചതോടെ അൻസിബ മാത്രമാണ് നിൽക്കുന്നത്. പക്ഷേ ഇപ്പോൾ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വേണ്ടി ദേവന് വലിയൊരു മുറവിളി കൂടുന്നുണ്ട്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ശ്വേതയ്ക്കെതിരെ ഒരു കേസ് എന്നുള്ളതാണ്. ഇപ്പോൾ എന്താ സംഭവിക്കാൻ പോകുന്നത് വെച്ചാൽ ശ്വേതയ്ക്കെതിരെ എന്തായാലും ഇപ്പോൾ കേസുമായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട്. ഇനി സംഭവിക്കാൻ പോകുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ശ്വേതയ്ക്കെതിരെ കേസ്, അവിടെയാണ് ഇനി കളി. കാരണം ഈ ആരോപണങ്ങൾ
കേസുകൾ ഉള്ളവർക്ക് മത്സരിക്കാൻ പാടില്ല, അത് ധാർമ്മികമായ ഉത്തരവാദിത്തമാണ് എന്ന് വാദിക്കുന്ന അമ്മയിൽ തന്നെ ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ സ്വാഭാവികമായും ശ്വേതയ്ക്കെതിരെ കേസ് വരുമ്പോഴേക്കും ഉയരുന്ന കാര്യവും അതാണ്. ശ്വേത ആ കേസ് മാറ്റി താൻ നിരപരാധിയാണെന്ന് പ്രൂവ് ചെയ്യട്ടെ, അതുവരെ ശ്വേത മാറി നിൽക്കണം എന്നൊരു വാദം അമ്മയ്ക്കിടയിൽ ഉയരും, ഉറപ്പായിട്ടും ഉയരും. കാരണം ശ്വേതയ്ക്ക് വേണ്ടി മാത്രം എന്തുകൊണ്ടാണ് ഈ ഒരു കൺസിഡറേഷൻ എന്നൊരു ചോദ്യം അവിടെ ഉയരും. അതുകൊണ്ട് ശ്വേതയെ സമ്മർദ്ദത്തിലാക്കി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് പത്രിക പിൻവലിപ്പിക്കുക എന്നൊരു വലിയ ഉദ്ദേശം ഈ കേസുമായി ബന്ധപ്പെട്ട് ഉണ്ട് എന്നുള്ളത് ആർക്കും മനസ്സിലാവുന്ന കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ശ്വേതയ്ക്കെതിരെ ഈ ഒളിയമ്പ് വിടുന്നത് അമ്മയ്ക്കുള്ളിൽ നിന്ന് തന്നെയുള്ള ആളുകൾ എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട റിപ്പോർട്ടുകളിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം ഈ സിനിമകൾക്ക് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് റിലീസ് ചെയ്തതാണ്, എത്രയോ തവണ മലയാളി പ്രേക്ഷകർ ഈ സിനിമകൾ കണ്ടതാണ്, എത്രയോ വട്ടം ഈ സിനിമ ചർച്ച ചെയ്തതാണ്. അപ്പോഴൊന്നുമില്ലാതിരുന്ന പരാതി എന്തുകൊണ്ട് ഇപ്പോൾ? ശ്വേത അഭിനയിച്ച ഈ ഗർഭനിരോധന ഉറയുടെ പരസ്യം ഈ പറയുന്ന സിനിമകളൊക്കെ റിലീസ് ചെയ്യുന്നതിന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് നടന്നിട്ടുള്ള കാര്യമാണ്. അപ്പോൾ പോലും ഇല്ലാതിരുന്ന പ്രശ്നങ്ങൾ ഇപ്പോൾ വരുന്നു എന്നുള്ള കാര്യം വരുമ്പോഴേക്കും ശ്വേത ഒരു സംഘടനയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വേണ്ടിയിട്ടുള്ള മത്സരത്തിൽ നിൽക്കെ ഇതുപോലൊരു കാര്യം വരുന്നത് ശ്വേതയ്ക്കെതിരെ കേസെടുക്കുമ്പോൾ സ്വാഭാവികമായും ശ്വേതയ്ക്ക് ആ പത്രിക പിൻവലിക്കേണ്ടി വരുന്ന ഒരു വലിയ പ്രഷർ അവിടെ വരും. അതിലേക്ക് തന്നെ കാര്യങ്ങൾ നീളുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഓപ്പോസിറ്റ് നിൽക്കുന്ന ദേവൻ പ്രസിഡൻ്റായിട്ട് തിരഞ്ഞെടുക്കപ്പെടും. വേറെ വഴിയില്ലാതെ ദേവൻ തന്നെ തിരഞ്ഞെടുക്കപ്പെടും. ഒരു മത്സരം പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വേണ്ടി ഉണ്ടാകില്ല എന്നതുകൂടി ഒരു കണക്കുകൂട്ടലുണ്ട്. എന്തായാലും അമ്മ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ശ്വേതയ്ക്കെതിരെ ഈ ഒരു ആരോപണം അല്ലെങ്കിൽ ഈ ഒരു കേസുമായി മുന്നോട്ട് പോയത് എന്നൊരു ചോദ്യം വളരെയധികം പ്രസക്തമാണ്. അതിന് മറുപടി വരുന്ന മണിക്കൂറുകളിൽ തന്നെ ഉണ്ടാകും.